ഒരേപോലെ സിനിമയിലും സ്റ്റേജിലും തിളങ്ങുന്ന രണ്ട് വ്യക്തികളാണ് ലാലേട്ടനും ജയറാമേട്ടനും. എനിക്ക് ആഗ്രഹം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരണമെന്നായിരുന്നു. ഞാൻ സൈഡിൽ മാറി നിൽക്കുമായിരുന്നു. കുറച്ച് ബ്രേക്ക് എത്തിയപ്പോൾ ലാലേട്ടൻ വന്നു. ഈ തിങ്കൾ നിലാവിലെത്തിയപ്പോൾ അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് ജോണി സാറെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. ലോകത്തിലെ തന്നെ എനിക്കിഷ്ടമുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു 200 കലാകാരന്മാരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പം അതിന് ഞാൻ പേരിട്ടിരിക്കുന്ന ഏകത എന്നാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ആ അവസരം മാക്സിമം യൂസ് ചെയ്യും. ടെക്നോളജിക്കലി ഏറ്റവും വലിയൊരു സ്പേസാണ്. 97-98 ഞാൻ വരുമ്പോൾ ഒരു 10 ബൂത്തിലും 10 പിയാനോ ഇരിക്കുക. ബോംബെയിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാണാൻ പറ്റിയില്ല. ലാറ്റിൻ ഫീവറിൽ ഞാനൊരു മ്യൂസിഷ്യൻ, എപ്പോഴും വായിക്കുന്ന മ്യൂസിഷ്യൻ അല്ലായിരുന്നു. ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ, വെരി സെൻസിബിൾ ബ്രില്യൻ മ്യൂസിഷ്യൻ. 7 എന്ന് പറയുമ്പോൾ നമ്മൾ 7 പേരുണ്ട്, പക്ഷെ 4 പേരില്ല. ഹിന്ദി എന്ന ഭാഷയിൽ ഫ്രാങ്കോ ചേട്ടൻ പാടുന്നു. ആ ഒരു പാട്ടിന് റെക്കഗ്നീഷൻ കിട്ടുന്നു. എനിക്കൊരിക്കലും സേഫായിട്ട് നിൽക്കാൻ ഇഷ്ടമല്ല. അതിപ്രശസ്തനായ ഒരു വിശിഷ്ടാതിഥിയാണ് മീഡിയ പീഡിയയിൽ ഇന്ന് നമുക്കരികിലുള്ളത്. ലോകമെമ്പാടുമുള്ള സംഗീത പ്രണയികൾക്ക് മുന്നിൽ മലയാളിയുടെ എക്കാലത്തെയും അഭിമാനമായ ഒരു ബഹുമുഖ പ്രതിഭ, സംഗീത സംവിധായകൻ, സ്റ്റേജ് പെർഫോമർ, ദ വൺ ആൻഡ് ഓൺലി സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസി, വെൽക്കം ടു മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ. ഹായ് ജിബിൻ, ഫസ്റ്റ് ഓഫ് ഓൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതൊരു ബർത്ത്ഡേ സർപ്രൈസിന് വരാനാണ് പ്ലാൻ ചെയ്തത്. അത് ഭയങ്കര സർപ്രൈസായി. കാരണം കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയൊരു സ്റ്റുഡിയോ ഫ്ലോർ, അതിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ ചെറിയൊരു പരിപാടിയിലേക്ക് പെട്ടെന്ന് നമ്മൾക്ക് സ്വാഭാവികമാണ്. നമുക്ക് അത്രയും തിരക്കുകൾക്കിടയിലാണ്, പ്രത്യേകിച്ച് നിങ്ങളെ കാത്ത് കൊച്ചിയിലാണ് ഒരു ഏരിയ ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരുള്ള ഇങ്ങനൊരു സ്പേസിലേക്ക് എത്തിച്ചേർന്നതിൽ ഒന്നാമത് എനിക്ക് ഭയങ്കര സർപ്രൈസായി. ഞാൻ ഇന്ന് രാവിലെ വരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വൈഫും നിങ്ങളുടെ പ്രിയതമയും അത്രയും ഹൃദയബന്ധം അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, എന്തായാലും വളരെ എനിക്ക് പിന്നെ അങ്ങനെ വലിയ ചെറുതില്ല. ഓക്കെ, എല്ലാതും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്, ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജബിന എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം. സത്യത്തിൽ നമ്മൾ ഇന്ന് രാവിലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോകളുടെ പുറകിൽ ഞാൻ ഇങ്ങനെ ബാക്ക് സ്റ്റേജിലുണ്ടാവും. പിന്നെ ജബിൻ്റെ പ്രേക്ഷകർക്ക് ജബിനെ പറ്റി അറിയണ്ടോയെന്നറിയില്ല. അറിയാറില്ല. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങളൊക്കെ പ്രേക്ഷകരൊക്കെ ഏറ്റവും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഷോസ്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അവാർഡ്, അങ്ങനെ ലണ്ടനിൽ നടന്നിട്ടുള്ള ഗംഭീര അവാർഡ് ഫംഗ്ഷൻസ്, ഇതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ജബിനാണ്. അത് നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഗുരുനാഥൻ, ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ രംഗത്തെ ഒരു വലിയൊരു പ്രതിഭയാണ് രാജൻ സാർ. അതെ, രാജൻ സാർക്ക് വേറെ പ്രത്യേകത, രാജൻ സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു ഗുരുതുല്യനാണ് രാജൻ സാർ. അപ്പോൾ രാജൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ എപ്പോഴും ജബിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളധികം ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണലൊന്നും സംസാരിക്കാറില്ല. എപ്പോഴും തിരക്കുകളും വരിക, കണ്ടന്റ് സംസാരിക്കുക, പോവുക എന്നുള്ളത്. താങ്കളെ കാണുമ്പോൾ തന്നെ വളരെ തിരക്കിൻ്റെ ഇടയിലായിരിക്കും. അപ്പം പ്രധാനമായിട്ട് സാറ് നമ്മൾ വിളിച്ചിട്ട് പറയും, ഒരു ലിസ്റ്റ് സ്റ്റീഫൻ തരും, നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളതാണെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് കണക്ഷൻ തുടങ്ങുക. അതിനുശേഷം കോപ്പിറൈറ്റ് ചെക്ക് ചെയ്യാൻ പറയും. അതിനുശേഷം പിന്നെ നീ ഒരു ലിസ്റ്റ് എടുത്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ആ ലിസ്റ്റിൽ കണ്ടന്റിന് മാച്ചാവുന്ന പാട്ടുകൾ കൊടുക്കാൻ പറയും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇതിൽ, അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ രാജൻ സാർ എന്നുള്ള ഒരു ഷോ ഡയറക്ടർ, സ്റ്റീഫൻ എന്നുള്ള വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് പലപ്പോഴും ഞാനൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ അതുപോലെയുള്ള ആൾക്കാരാണ് ഇൻഡസ്ട്രിക്ക് ഭയങ്കര സപ്പോർട്ട്. കാരണം പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു സിനിമ പോലെ തന്നെയാണ് വലിയൊരു അവാർഡ് ഷോ. 10-15 കോടിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു ഇതിന് പുറകിൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഈ പറയുന്ന ധാരാവി ഒഴിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ രാത്രി കൊണ്ട് അന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഇവന്റ് നടന്നിരിക്കണം. കറക്റ്റ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ജബിനെ പോലെയുള്ള നല്ല ശക്തികളാണ് കൂടെ. അപ്പോൾ നിങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് വ്യക്തികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരിക്കൽ കൂടി നന്ദി, സന്തോഷം ഇവിടെ എത്തിച്ചേർന്നതിലും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ താങ്കളെ കാണുന്നത് ഒരു 2000-ലാണ് കേരളവർമ്മ കോളേജിൽ വെച്ചിട്ട് ലാറ്റിൻ ഫീവർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം.
ലാറ്റിൻ ഫീവർ. അതുപോലെ തന്നെ അന്ന് അവിടെ വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ടായിരുന്നത് എഹ്വേനിയ കാനോപ്യൂഗ, അങ്ങനെ ഒരു വെറൈറ്റി പേരുള്ള ഒരു മൈം ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു എഹ്വേനിയ കാനോപ്യൂഗ അങ്ങനെയുള്ളൊരു മൈം ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന് ഗസ്റ്റായിട്ട് വന്നത്. അങ്ങനെ സുനിലായിരുന്നു നമ്മുടെ കുട്ടൂസൻ. അപ്പോൾ സുനിലാണ് ഫൈനാൻസ് സെക്രട്ടറി. അപ്പോൾ സാധാരണഗതിയിൽ കേരളോർമയിൽ ആരെങ്കിലുമൊക്കെ ഫൈനാൻസ് സെക്രട്ടറി ആവുന്നതിനപ്പുറം സുനിൽ ഫൈനാൻസ് സെക്രട്ടറി ആയപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ വരും, വലിയ ആർട്ടിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ സുനിൽ പക്ഷേ അങ്ങനെ ഒരു സിനിമാ താരങ്ങൾ വരുന്നു എന്നുള്ളതിനപ്പുറം എങ്ങനെ ഇതിനെ വെറൈറ്റി ആക്കാം. അപ്പോൾ അങ്ങനെ ലാറ്റിൻ ഫീവർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്രോഗ്രാം, അതിൽ കീബോർഡ് വായിക്കാനെത്തുന്നത് സ്റ്റീഫൻ ദേവസി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റീഫൻ ദേവസി എന്ന് പറഞ്ഞ വിസ്മയത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഞാനപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു, സുനിൽ എൻ്റെ തൊട്ട് സീനിയർ ആയിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയർ. പിന്നീട് താങ്കൾ 7 എന്ന് പറഞ്ഞ ആ ഒരു ബാൻഡിലൂടെ തൃശ്ശൂരും അതുപോലെ ലോകം മുഴുവൻ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഞാനൊരു 2009-10 കൂടിയിട്ട് ഏഷ്യാനെറ്റിൽ നമ്മളിങ്ങനെ അണിയറയിലുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അവാർഡ് നൈറ്റുകളിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഏഷ്യാനെറ്റിനൊപ്പം തന്നെ മറ്റ് ചാനലുകളും വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ സൂര്യയുടെ 20th ആനിവേഴ്സറി അങ്ങനെ കുറേ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉണ്ട്. പിന്നെ പിഷാരടി നമ്മുടെ അടുത്ത സുഹൃത്താണ്. പിഷാരടി പറഞ്ഞ പോലെ സ്റ്റീഫൻ ദേവസി ഇല്ലാത്തൊരു സ്റ്റേജ് ഷോ പിന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ വളരെ അപൂർവമായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ തിരക്ക് മൂലം ചിലപ്പോൾ ചില ചാനലിൽ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ വലിയൊരു ഗ്രാഫ് നിൽക്കുന്നുണ്ട് ഒരു സിനിമ സംവിധായകൻ എന്നുള്ള രീതിയിൽ, അതുപോലെ ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ. ചേതനയിൽ നിന്ന് ഒരു കാലം കൃത്യമായിട്ടുണ്ട്. ആ ഒരു ഇതിനെ പറ്റിയിട്ടൊന്ന് ഓർത്തെടുക്കാം. ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു ദിവസം എടുക്കും. അതെ അതെ അതെ. ജബിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ചെറുതാക്കി പറയാം. ചേതനയാണ്, തൃശ്ശൂരാണ്. ഇത് തൃശ്ശൂർ എന്നുള്ള രീതിയിലാണോ മീഡിയ പീഡിയ പോകുന്നത്? അല്ല, തൃശ്ശൂർ നിൽക്കുന്നു, നമ്മളിവിടേക്ക് ലോകം മുഴുവൻ പോകുന്നു. അപ്പോൾ തൃശ്ശൂരിനൊരു ഭയങ്കര പ്രത്യേകത മറ്റുള്ളവർക്കുണ്ട്, എനിക്കുമുണ്ട്. കാരണം ആർട്ടിനെ എത്രത്തോളം തിരിച്ചറിയാം അല്ലെങ്കിൽ അതിന് വില കൊടുക്കാം എന്നുള്ള പറയുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ. അത് എന്നെ പോലെയുള്ളൊരു മിഡിൽ ക്ലാസ് ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്നൊരു കലാകാരൻ, അല്ലെങ്കിൽ മുതിർന്ന കലാകാരൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പ്രതീക്ഷകളോടുകൂടെ മാത്രം വരുന്നൊരു കലാകാരന് ഒരു ഇൻസ്പിറേഷൻ, എൻകറേജ്മെൻറ്റുമാണ് തൃശ്ശൂർ. പല ജില്ലകളിലും പല രീതിയിലായിരിക്കും, പക്ഷേ ഞാൻ വളർന്നു വന്ന ഒരു സ്ഥലമായതുകൊണ്ട് പ്രത്യേകിച്ച് ചേതന എന്ന് പറയുന്നത് ഈ പറയുന്ന 97, 98 ഞാൻ വരുമ്പോൾ ഒരു 10 ബൂത്തിലും 10 പിയാനോ ഇരിക്കുക. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് ഒരു പിയാനോ, ഒരു സ്കൂളിൽ പിയാനോകളുണ്ട്, കീബോർഡുകളുണ്ട്, ഹെഡ്ഫോൺ വെച്ച് വായിക്കുന്നു. പക്ഷെ ഒരു ബൂത്തിൽ ഒരു അക്കോസ്റ്റിക് പിയാനോ വെച്ച് ആ ബൂത്തിൽ മാക്സിമം സൗണ്ട് അടച്ച് അക്കോസ്റ്റിക്സ് ഒക്കെ ചെയ്ത് ആ കാലത്ത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തവരുടെയും അത് വിഷൻ ചെയ്തിട്ടുള്ള ആ വ്യക്തികളുടെയും ഒരു ദർശനമാണ് ആക്ച്വലി. അത് തൃശ്ശൂരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ബോംബെയിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് 12 വർഷമായിട്ട് ബോംബെയിലാണ്. ബോംബെയിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാണാൻ പറ്റിയില്ല. ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അതൊരു 5 പിയാനൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സമ്പ്രദായം ആ സമയത്ത് ഇപ്പോൾ KM ഉണ്ട്. ഒബ്വിയസ്ലി ഞാനൊക്കെ വർക്ക് ചെയ്യാൻ വളരെയധികം എൻകറേജ്മെൻറ്റും പ്രോത്സാഹനം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് AR റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ KM ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 5 പിയാനോ 6 പിയാനോ എന്നല്ലാതെ 10 പിയാനോ കണക്ക് പറയല. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വലിയൊരു അവസരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ട് ഒരു ഊർജ്ജം കിട്ടുകയാണ് അവിടുന്ന്. അപ്പോൾ അത് അങ്ങനെ തുടങ്ങി. പിന്നെ 7 എന്ന് പറയുന്നത് 7 മുമ്പ് ഇപ്പോൾ പറഞ്ഞത് ലാറ്റിൻ ഫീവർ. ആക്ച്വലി ലാറ്റിൻ ഫീവറിൽ ഞാനൊരു മ്യൂസിഷ്യൻ, എപ്പോഴും വായിക്കുന്ന മ്യൂസിഷ്യൻ അല്ലായിരുന്നു. അന്ന് എന്നെയും കൂടെ വിളിച്ചു. അന്ന് റോബിൻ എന്ന് പറഞ്ഞൊരു കീബോർഡ് പ്ലെയറാണ്. ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ഇൻഡസ്ട്രിയിൽ, അത്യം നന്നായിട്ട്. ഫിലിപ്പ് സാറൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഫിലിപ്പേട്ടുണ്ട്, ജോബൈ മാസ്റ്റർ ഉണ്ട്, ഷോമി ചേട്ടനുണ്ട്, പിന്നെ സംഗീതേട്ടനുണ്ട്. പാട്ട് പാടിയ ആൾക്കാരെ എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല, പക്ഷേ ഗംഭീരമായൊരു ഗ്രൂപ്പാണ്. ശരിക്കും ഇൻ്റർനാഷണൽ ലാറ്റിൻ മ്യൂസിക്കിനെ നമ്മുടെ തൃശ്ശൂരും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലടക്കം ഏറ്റവും അധികം ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ബാൻഡാണ് ലാറ്റിൻ ഫീവർ. അപ്പോൾ അവരുടെ അന്നത്തെ പ്രോഗ്രാമിൽ ഞാനും എന്നെ കൂടെ കൂട്ടിയതോ തോന്നുന്നു കേട്ടോ. അന്ന് ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. 25 വർഷം മുന്നത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 25 വർഷം മുമ്പത്തെ. അയ്യോ, ആ കോളേജിൽ വന്ന ഓർമ്മയുണ്ടാകും. ഒരു മാവിൻ്റെ ചോടും ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. അതൊക്കെ എൻ്റെ പഠനകാലത്ത് ഏറ്റവും കിട്ടുന്ന എൻകറേജ്മെൻറ്റാണ് ആ ഒരു പ്രോഗ്രാമൊക്കെ ഞാൻ വെച്ച്.
പിന്നെ ഫ്രാങ്കോ ചേട്ടനെ പരിചയപ്പെടുന്നു. സെവനിലോട്ട് വരാം. ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ, വെരി സെൻസിബിൾ ബ്രില്യൻ മ്യൂസിഷ്യൻ. ഔസിപ്പച്ചൻ സാറുടെ ഒരു ക്ലാസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ആ ഫാമിലിയാണ്. അപ്പോൾ സെവൻ എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ഒരു വലിയ ന്യൂജൻ തോട്ടായിരുന്നു. അതെ, ഒരു ബാൻഡ്. സെവൻ എന്ന് പറയുമ്പോൾ നമ്മൾ 7 പേരുണ്ട്, പക്ഷെ 4 പേരില്ല, 3 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ചോദ്യം എങ്ങനെയായിരുന്നു, 7 പേരുണ്ട്, പക്ഷെ 4 പേരില്ല. 4 പേര് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ആവും. സംഗീതേട്ടൻ, ഫ്രാങ്കോ ചേട്ടൻ, ആ ഒരു കൂട്ടുകെട്ടിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ലൈഫിൽ കുറേ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഞങ്ങൾ ചെന്നൈ പോയി, ഞങ്ങൾ ബോംബെ പോയി. നല്ല നല്ല നമ്മൾ ഹിന്ദി എന്ന ഭാഷയിൽ ഫ്രാങ്കോ ചേട്ടൻ പാടുന്നു. ആ ഒരു പാട്ടിന് റെക്കഗ്നീഷൻ കിട്ടുന്നു. നമുക്ക് MTVയിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റി. ചാനൽ ഇന്നിപ്പോൾ MTV പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര അതൊരു ലോക്കൊക്കെ വീണിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചറൊക്കെ ഞാനതൊരു കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ പണ്ട് കാര്യങ്ങൾ ഓർത്തു. ആ ഫോട്ടോ എപ്പോഴും ഫ്രാങ്കോട്ടൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ അവിടുന്ന് എനിക്ക് കുറേ ടേക്ക് ഓഫുകൾ ഉണ്ടായി. ഞാൻ സംസ്കൃതം ആൽബം ചെയ്യുന്നു, കുറേ വർക്ക്. ആഫ്റ്റർ ഓൾ എന്നെ പോലുള്ളൊരു കലാകാരന് ഇപ്പോൾ ജപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവസരം ജപ്പിനും നല്ല റൈറ്റിംഗ് സെൻസ് ഉണ്ട്, ആ ഒരു സ്കില്ലുണ്ട്. സ്കില്ല് കണ്ടിട്ടാണ് പിന്നെ ഒരു അവസരമായിട്ട് ആൾക്കാർ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. എന്നെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനെ തന്നെയുള്ളൂ. എനിക്കറിയില്ലായിരുന്നു എനിക്ക് എവിടുന്ന് അവസരം വരിക എന്നുള്ളത്. ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വഴി ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ആ അവസരം മാക്സിമം യൂസ് ചെയ്യും. അത് അവർ സാറ്റിസ്ഫൈ ആവണം, ഞാൻ സാറ്റിസ്ഫൈ ആവണം. അതേത് അങ്ങനെ ഇപ്പോൾ സിനിമയാണെങ്കിൽ പോലും ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം. ഡയറക്ടർ ചിലപ്പോൾ സ്വയമായിട്ട് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്തൊരു ട്യൂണായിരിക്കും ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ കുറേ ആ കമ്മിറ്റ്മെൻറ്റ്, ആ ഡെഡിക്കേഷനും സ്ട്രോങ് ആവണം. അപ്പോൾ അതൊക്കെയാണ് എന്നെ ശരിക്കും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെന്നെ കുത്തിയിരിക്കും, അത് ചിന്തിച്ചുകൊണ്ട് നടക്കും. ഈ ഒരു കാലത്തിന് ശേഷം ശരിക്കും നമ്മുടെ ഒരു സിഗ്നേച്ചർ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്നത് മിക്കപ്പോഴും ഗിറ്റാർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ അവാർഡ് നൈറ്റുകളാണെങ്കിലും ഒക്കെ നിങ്ങളെ കാണുന്നത് ഒപ്പം ഒരു ഗിറ്റാറിലുള്ള ഒരു പരിപാടികളാണ് കുറേ കാലം അങ്ങനെ നിറഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടി സെലിബ്രിറ്റി ലൈനായിട്ട് ഗ്രാൻഡ് പിയാനോ അങ്ങനെയുള്ള, പക്ഷേ ഗിറ്റാറാണ് ശരിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് അത് നമ്മളൊരു നമ്മുടെ കൂടി ഒരു കണ്ടെത്തലാണല്ലോ. ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അതിലൂടെ പെർഫോം ചെയ്യാൻ പറ്റും, അതിലൂടെ നമ്മുടെ ഒരു ലാൻഡ് മാർക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു ഇത്? വാസ്തവം ഈ ഗിറ്റാറിനെ പറ്റി അറിയുന്നത് ഞാനൊരു സുഹൃത്ത് വഴിയാണ്. അത് ഇതേപോലെ 2002-03 ആരോ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ആദ്യത്തെ ഗിറ്റാർ. എന്നിട്ട് അത് വെച്ച് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അന്നത്തെ ഗിറ്റാറിന് സൗണ്ട് ഇല്ല, അതിൽ ശബ്ദം വേറൊരു കീബോർഡിൽ നിന്ന് എടുക്കണം. മദർ കീബോർഡ് എന്ന് പറയും, മദറും ഉണ്ട് സ്ലേവും അങ്ങനെയുണ്ടല്ലോ. അത് ഒരു കീബോർഡിൽ നിന്നും മറ്റേ കീബോർഡിലോട്ട് ശബ്ദം ട്രിഗർ ചെയ്യും, മിഡി ഡാറ്റ വഴി. മിഡി ഡാറ്റ. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ട്. അങ്ങനെ 1-2 പ്രാവശ്യം മിഡിയൊക്കെ പ്രശ്നമായി, സൗണ്ടൊക്കെ പോയി, ആകെ പരാജയം ആയിരുന്നു 1-2 പ്രോഗ്രാം. പക്ഷേ എനിക്ക് മനസ്സിലായി ഇതിനൊരു വേറൊരു എടുപ്പ് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും കീബോർഡ് പ്ലെയർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഇരുന്ന് എപ്പോഴും, പക്ഷെ മുന്നിലോട്ട് വരാനൊരു അതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു സിംഗറാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ബാക്കി എത്ര ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആളാണെങ്കിലും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഒരു വയലിനിസ്റ്റ് ചിലപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നിന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കീബോർഡ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പിന്നണി ഗായകൻ എന്ന് പറയുന്ന പോലെ ഒരു പിന്നണിയിലാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിന് ഒരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസ്ട്രുമെന്റും ആ ഇൻസ്ട്രുമെന്റിലൂടെ സ്റ്റീഫൻ ദേവസിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതൊരു നിയോഗമായിരിക്കണം. ആ ഇൻസ്ട്രുമെൻ്റ് ആദ്യം കേരളത്തിലും ഒക്കെ വന്നത് മറ്റുള്ള മ്യൂസിക് ദീപക്കേട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷേ എനിക്ക് അതിനോടൊരു ഫാസിനേഷൻ തോന്നി. പിന്നെ മെയിനായിട്ടുള്ള എൻ്റെ ഫോർട്ടെ എന്ന് പറയുന്നത് ഒരു ട്യൂണിൽ ഹിറ്റായി വന്ന ആളല്ലേ, ആ വായനയിൽ ഹിറ്റായത്. അപ്പോൾ വായന നിലനിർത്തുന്ന കാലം എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഒരു ട്യൂണ് ഹിറ്റായി കഴിഞ്ഞാൽ ട്യൂണ് മറികടന്ന് വേറെ ട്യൂൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അതാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു സ്പർശം നമുക്കതിൽ ഉണ്ടെങ്കിൽ എപ്പോൾ നമുക്ക് ഏത് പരീക്ഷണം വേണമെങ്കിലും നമുക്ക് കൂടെ നിൽക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞ മാതിരി ഗ്രാൻഡ് പിയാനോ ആണെങ്കിലും വേർലി ആണെങ്കിലും അങ്ങനെയുള്ള ഇലക്ട്രോണിക് B3 ഹാമണ്ട് കീബോർഡ്സ് ആണെങ്കിലും
എന്താണെങ്കിലും നമ്മളൊക്കെ അതിലൊരു ടച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഫീൽ ഡിഫറെൻ്റ് ആണെങ്കിൽ എപ്പോഴും അത് ചെയ്യാനായിട്ട് നിൽക്കും. അതാണ് പ്യുവർ മ്യൂസിക്കിൻ്റെ ഒരു ഗുണം. പിന്നെ അതിൽ പല മാറ്ററുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, പിന്നെ മറ്റുള്ളവരുടെ നമ്മളെ പുതിയ പരീക്ഷണങ്ങൾക്കുള്ള ഒരു മനസ്സുണ്ട്. വെരി ഗുഡ്. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം പല കാര്യങ്ങൾക്കും. നമ്മൾ ചുറ്റുമുള്ള ഒരു ഓഡിയൻസ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ചിലപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് മുഴുവനായിട്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സ്വയം ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടത് എന്താണോ എന്ന് മനസ്സിലാക്കി അത് നമ്മളിൽ കൃത്യമായിട്ടൊരു ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മുടേതായ ഒരു എസൻസ് ചേർത്ത് പുറത്തേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ ബേസിക്കലി തേടലാണ്. അതെ, തേടിക്കൊണ്ടേയിരിക്കുക. അതെ. പിന്നെ പല സമയത്തും ഞാനും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പുറകോട്ടാണോ പോയത്, പിന്നെയും ആ ഓട്ടത്തിൻ്റെ ഇടയിൽ കയറാൻ നോക്കും. അങ്ങനെ പല വിജയപരാജയങ്ങൾ കാണണം. ഈ സ്റ്റേജ് ഷോകളിൽ ഇതുപോലെ ഈ പറഞ്ഞ ഒരു സവിശേഷമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റും ആ ഇൻസ്ട്രുമെൻറ്റിലൂടെയുള്ള പെർഫോമൻസുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ സിനിമകൾ ചെയ്യുന്നു. ആ സിനിമയുടെ വിജയപരാജയത്തിനപ്പുറം ആ നമ്മൾ ചെയ്ത പാട്ടിൽ നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ വരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് തിങ്കൾ നിലാവിൽ എന്നുള്ള പാട്ടിൻ്റെയാണ്. എനിക്കത് വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു മെലഡി ആയിരുന്നു. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ ജയേന്ദ്രൻ സാറിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു. ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം ആ കാലത്തൊക്കെ കേട്ട പാട്ടുകളോട് നമുക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം കൂടുതലുണ്ടായിരിക്കുമല്ലോ. സിനിമാ സംഗീതത്തെ പറ്റിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ നമ്മൾ ചെയ്ത വർക്കുകൾ തന്നെ ഇഷ്ടപ്പെട്ട. എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു സിനിമ സംവിധായകനപ്പുറം ഞാനതിൽ ഓരോ ട്യൂണ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതങ്ങനെയാണ് ഞാൻ ഏറ്റവും അധികം വർക്ക് ചെയ്തിരിക്കുന്നത്. സിനിമകൾ ചെയ്തിരിക്കുന്നതിൽ ഞാനൊരു 7 സിനിമ ഇറങ്ങിയില്ലെങ്കിലും ഞാനൊരു 100-120 സിനിമകളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ഫോർത്ത് എന്ന് എപ്പോഴും മനസ്സിലായി. പക്ഷേ അവസരം കിട്ടിയ സിനിമകളൊക്കെ ഞാൻ മാക്സിമം അതിൻ്റെ നീതി പുലർത്തിയിട്ടുണ്ട്. അതിലത്തെ പാട്ടാണ് ഇപ്പോൾ ജെവിൻ പാടിയത്. പിന്നെ KQ എന്നുള്ള അഴകോലും മാരിവില്ല എന്ന് പറഞ്ഞ സൂരജ് ഒരു വർഷം പാടിയിട്ടുണ്ട്. ഹരിചരൺ ഒരു വർഷം പാടിയിട്ടുണ്ട്. ഫസ്റ്റ് മൂവി ഇതല്ലേ? അത് എപ്പോഴും ലാലേട്ടൻ പറയാം. എൻ്റെ സ്റ്റീഫൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ പറയാൻ എനിക്കാണ് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഉദ്ഘാടനത്തിന് അദ്ദേഹം എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു നടൻ്റെ സിനിമയിലൊരു അവസരം കിട്ടി. രണ്ടാമതും ലാലേട്ടൻ്റെ ഒരു പടം വന്നു. പക്ഷേ എനിക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നീരാളി ചെയ്തു. പിന്നെ KQയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അഴകോലും. നീരാളിയിൽ അഴകെ എന്ന് പറഞ്ഞിട്ട് ശ്രേയ ഘോഷലും ലാലേട്ടനും പാടിയ പാട്ട്. പിന്നെ കണ്ണപ്പ അതിലൊരു തെളിവി കണ്ണു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇപ്പം ഇറങ്ങിയ. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളാണ്. ലാലേട്ടനുമായിട്ടുള്ള ഒരു ആത്മബന്ധം വളരെ പ്രശസ്തമാണ്. കാരണം അത് വെറുതെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു സൗഹൃദത്തിനപ്പുറം സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ അവിടെ പലപ്പോഴും വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ, വളരെ ആസ്വാദ്യകരമായിട്ടുള്ള നിമിഷങ്ങൾ അവിടെ സ്വാഭാവികമായും സംഭവിക്കാറുണ്ട്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഗീറ്റാർ ആയിട്ട് വരുന്ന ലാലേട്ടൻ പാടുന്നു, അതുപോലെ തന്നെ ഗ്രാൻഡ് പിയാനോയിൽ നിങ്ങളിരിക്കുന്നു, അപ്പുറത്ത് ഒരു ബാർ ചെയർ ലാൽ സാർ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സെഗ്മെൻറ്റുകൾ പല കാലഘട്ടങ്ങളിൽ അതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലാൽ സാറിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ളത് സ്റ്റീഫനായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമുണ്ട്. പലപ്പോഴും രാജൻ സാറൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരു ഡിസ്കഷനിൽ സാർ എന്നെയും കൂടെ കൂട്ടും. എന്തെങ്കിലും ഒരു സജഷൻ പറയാനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു സോങ് ചോദിക്കുമ്പോൾ എനിക്കാണെങ്കിൽ വരികൾ കുറേ കാണപ്പാടാണ്. അപ്പോൾ വരി ചോദിക്കും, സിനിമ ചോദിക്കും. നമ്മളൊരു ഈ പറഞ്ഞ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പോലെ കിട്ടുന്നുള്ളതുകൊണ്ട് സാർ എന്നെ കൂടെ കൂട്ടും. അപ്പോൾ ലാൽ സാറായിട്ട് മീറ്റിംഗ് ഇരിക്കുമ്പോൾ ലാൽ സാർ ചോദിക്കും, അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ? സ്റ്റീഫൻ ഉണ്ടെങ്കിൽ സ്റ്റീഫൻ തന്നെ, സ്റ്റീഫൻ ഒഴിവില്ലെങ്കിൽ മാത്രം അങ്ങനെ രാജൻ സാർ പറയും. അപ്പോൾ പിന്നെ പലപ്പോഴും ലാലേട്ടനെ സംബന്ധിച്ച് പിന്നെ വേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ അതാണല്ലോ. ഒരാളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ട്രസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ബാക്കിയൊക്കെ പിന്നെയാണ്, ബാക്കി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ആ ആളിലുള്ള ഒരു ട്രസ്റ്റിനനുസരിച്ചാണ് പോവാറ്. ലാൽ സാറുമായിട്ടുള്ള അനുഭവങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ തീരാവുന്ന അനുഭവങ്ങളല്ല. അതിൽ വളരെ വളരെ നമ്മൾ ഈ പറയണ കാണ്ടമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. എന്നാലും കുറച്ച് ഓർമ്മകളൊന്ന് പറയാൻ പറ്റും. തിങ്കൾ നിലാവിൽ ജെബിൻ പാടിയപ്പോൾ അത് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇത് കമ്പോസ് ചെയ്തിട്ട് പ്രൊഡ്യൂസറാണ് കേട്ടത്, ജോണി സാഗരിക. ജോണി സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു പാട്ട് പിന്നെ അവസരം വന്നപ്പോൾ പുള്ളി കമ്പോസ് ചെയ്യാൻ പറഞ്ഞ പാട്ടുകളൊന്ന് കേൾപ്പിച്ചപ്പോൾ കേട്ട ഉടനെ ഓക്കെ, എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിലിരുന്നിട്ടാണ് കേൾപ്പിച്ച്, എൻ്റെ ഒറ്റപ്പാലം വീട്ടിൽ. അപ്പോൾ അടുത്ത് പറഞ്ഞു പാട്ടുകളെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ അടുത്ത് പറഞ്ഞു അടുത്ത മാസം ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ
ഷൂട്ടിന് ഒറ്റപ്പാലത്തുണ്ട്. ഓ. അപ്പോൾ പാട്ട് കേൾപ്പിക്കാം, നമുക്ക് പോവാം. അങ്ങനെ എനിക്കൊരു ഡിസ്ക് മാൻ ഉണ്ട്. അന്നൊക്കെ ഡിസ്ക് അതെ അതെ എന്തായാലും പറയാ CD സി ഡി ഡിയിൽ ഞാനത് വാക്ക്മാൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ഡിസ്ക് മാൻ വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡിസ്ക് മാനുള്ളത്. ഞാൻ അതിലാക്കിയിട്ട് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലം ഒരു തീപ്പെട്ടി കമ്പനിയിൽ ഒരു സ്റ്റണ്ട് കിടക്കാൻ. ഓ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റണ്ടൊക്കെ നേരിട്ട് കാണുന്നത്. ഭയങ്കര ഒരു ലൊക്കേഷനിലൊക്കെ പോയി ആയിട്ടുള്ള കാണുന്നത്. സംഭവം. ഒരേ ടേക്ക് തന്നെ 5 പ്രാവശ്യം എടുക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ സൈഡിലേക്ക് മാറി നിൽക്കുമായിരുന്നു. കുറച്ച് ബ്രേക്ക് എത്തിയപ്പോൾ ലാലേട്ടൻ വന്നു. എന്നെ ജസ്റ്റ് ഒന്നൊരു ഹായ് പറഞ്ഞതല്ലാതെ അദ്ദേഹം നേരെ പാട്ട് കേൾക്കാൻ വേണ്ടി പോയി. നിന്നിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ തിങ്കൾ നിലാവിലെത്തിയപ്പോൾ അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് ജോണി സാറെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അതാണ് ആദ്യത്തെ. മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് നമുക്ക് ദാഗണക്കതില്ലെന്തില്ലം അല്ലെങ്കിൽ വേൽമുരുക അങ്ങനെ ഒരുപാട് ഫാസ്റ്റ് നമ്പർ ചെയ്യുന്ന ആൾ, വളരെ നന്നായി ഡാൻസ് ചെയ്യുന്ന ആൾ. പക്ഷേ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ളത് അദ്ദേഹം മെലഡികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നമ്മൾ തന്നെ സിംഗപ്പൂരൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ഷോസിലൊക്കെ ആ പാട്ടുകൾ വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിങ്കൾ നിലാവിൽ അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാക്കി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാണ് അത്ഭുതം. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ്. വാമനപുരം ബസ് റൂട്ട് അങ്ങനെ ഒരു പടത്തിനടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എനിക്ക് തന്നൊരു അവസരമാണത്. പക്ഷെ എനിക്കന്ന് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാമിന് അപ്പോഴേക്കും ഈ സ്റ്റേജ് ഷോകളുടെ തിരക്കുകൾ പിടികൂടിയുണ്ട്. ഞാൻ അന്നിങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒന്നും അല്ലായിരുന്നു. ഞാനിങ്ങനെ ഹരിഹരൻ്റെ കൂടെ പോവും. ഞാൻ വിദ്യാസാഗറിൻ്റെ കൂടെ കണ്ടമാനം പാട്ടുകൾ ആ സമയത്ത് ഇറക്കിയായിരുന്നു. ഞാനന്ന് ചെന്നൈയിൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവും എനിക്ക്. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കൂടുതലും താമസം. റേഡിയോ മാംഗോൻ്റെ ഒരു ഷോയ്ക്ക് ഞാൻ ഇവിടെ വന്നു, നാട്ടിലെ താരം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഗസ്റ്റ് ലാലേട്ടൻ. എനിക്കറിയില്ല ലാലേട്ടനാണ് ഗസ്റ്റ് എന്നുള്ളത്. പക്ഷെ അന്ന് വൈകുന്നേരം അദ്ദേഹമാണ് വന്നത്. സോളോ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത്. ഈ സിനിമ കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ അന്ന് സ്റ്റേജിലേക്ക് അദ്ദേഹം കയറി വന്നു. എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കയ്യിലൊരു ഉമ്മ വന്നു. അത് ഞാൻ പറയണത് ഒരു 15-20 വർഷം മുമ്പുള്ള കഥ. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വാ നമുക്ക് ഡിന്നർ കഴിക്കാം, നമുക്ക് ഒരുമിച്ച്. അന്നാണ് ഞങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ. അന്നപ്പോൾ എനിക്കന്ന് അദ്ദേഹത്തിനോട് അടുക്കാൻ കിട്ടിയത് ആ പ്രോഗ്രാമിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോർത്തെ ചിലപ്പോൾ സിനിമയിലല്ലായിരുന്നു ഞാൻ അടുത്തത്. ഈ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹമായിട്ടുള്ള അടുപ്പം എനിക്ക് വന്നു. അന്ന് മുതലേ ഏകദേശം മിക്ക സമയത്തും ഞങ്ങൾ കണക്റ്റഡാണ്. ഞാൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിന് എൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പോയി കഴിഞ്ഞാലാണ് എൻ്റെ പ്രോഗ്രാം. ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളി അത്രയും തിരക്കിൽ അദ്ദേഹം ബാക്കിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോവും. അങ്ങനൊരു കൺസേൺ അദ്ദേഹം അന്ന് പോലെ എന്നോട് കാണിച്ചിട്ടുണ്ട്. അത് വേറൊന്നും ഉണ്ടല്ല, എന്നെക്കാട്ടിലും വലിയ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങളുണ്ട് അന്നും ഇന്നും. പക്ഷേ നമ്മളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സംഗീതമായിരിക്കും നമ്മളെ ബന്ധപ്പെടുന്നത്. നമ്മളെ ജെനുവിനിറ്റിയും ഇതൊക്കെ നമ്മൾ അളക്കൂലോ. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഒരു ക്യാരക്ടർ. അതെ, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നൊരു കണക്ഷൻ എന്തെങ്കിലും ഉണ്ടാവണമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതൊന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ 2 പ്രാവശ്യം സംസാരിച്ച് ലാൽ സാറുമായിട്ടുള്ള ആ അടുപ്പം കൊണ്ട് തന്നെയായിരിക്കും ST സ്കേപ്സിൻ്റെ വിശേഷങ്ങൾ. ST സ്കേപ്സ് എൻ്റെ ഒരു അദ്ദേഹം തന്നെയുള്ള അതിൻ്റെ ഉദ്ഘാടനം മറ്റ് പരിപാടികളൊക്കെ കോവിഡിൻ്റെ ഒരു ബാഹ്യഫലമായിട്ടാണ്. കോവിഡ് വന്നപ്പോൾ 1 വർഷം വെറുതെ ഇരുന്നു. അപ്പോൾ മനസ്സിലായി ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന അസുഖങ്ങളോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവും, ഫാമിലി സ്റ്റക്കാവും. അപ്പോൾ അത് പലതവണ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടു ആ സമയത്ത്. അങ്ങനെയാണ് ഞങ്ങളൊരു സംഘടന തുടങ്ങിയ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. പിന്നെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. 7000 പേരുണ്ട് തൃശ്ശൂരൊക്കെ. സംഘടനയുടെ വലിയ ശക്തമായൊരു ബ്രാഞ്ചുണ്ട്. കലാകാരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്കൊരു സിസ്റ്റം മാത്രം പോരാ, സൈഡിലൊരു വേറൊരു ഇൻകം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതിനൊരു തുടർച്ച ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് മൊമെന്റിനപ്പുറം. അതെ, പിന്നെ എന്തായാലും ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ വന്നു. 20-26 വർഷമായിട്ട് മ്യൂസിക്കും ഫിലിമുമായിട്ടും സഹകരിച്ച് നമ്മൾ പോകുന്നു. എനിക്കെന്തായാലും തിരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഇപ്പോഴുള്ള വന്നത്. അന്നുപോലെ ലാലേട്ടൻ പണി നടക്കുമ്പോഴും അത് കാണാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിംഗ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ വന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എൻ്റെ ആഗ്രഹം ലാലേട്ടൻ അതിൽ വേണം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അയ്യോ ഞാൻ വരില്ല എന്നൊക്കെ അതെങ്ങനെ പറയുക. പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത്, ആരെങ്കിലും കൊണ്ടൊക്കെ ചീപ്പിക്കുകയും പറഞ്ഞു. എനിക്ക് ആഗ്രഹം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരണം എന്നായിരുന്നു.
അപ്പോൾ മമ്മൂക്ക ലണ്ടനിലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ഈ ആഴ്ച മുതൽ ഒരു വർക്ക് തുടങ്ങാണ്. പക്ഷെ മമ്മൂക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഫാമിലിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. വിളിച്ചിട്ട് പറഞ്ഞു നീ അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ വരും, അപ്പോൾ അദ്ദേഹം വരാം. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. അത് മാത്രമല്ല, ഇത് മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് വരാനുള്ള ഒരു വലുപ്പമുള്ളൊരു സ്വപ്നം കൂടിയാണ് സഫലമായിട്ടുള്ളത്. കാരണം വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ചെയ്യുന്നത്. എനിക്ക് സ്റ്റുഡിയോകളും സ്കൂളുകളൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ക്യാൻവാസിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലുത് എന്നുള്ളതിനപ്പുറം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്പേസ് ആയിരിക്കും. മൾട്ടി പർപ്പസ് ടെക്നോളജിക്കലി ഏറ്റവും വലിയൊരു സ്പേസ് ആണ്. ഈ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് നമ്മുടെ സജിയേട്ടൻ ഒക്കെ അതിലൊരു എന്നെ ഭാഗമാണ്, ഒരു കൺസൾട്ടൻ്റ് ആണ്. എന്നെ കുറേ അഡ്വൈസ് ചെയ്യും. എൻ്റെ ലൈഫിൽ എന്നെ കുറേ നല്ല അഡ്വൈസ് തന്നിട്ടുള്ള സജിയേട്ടൻ. ഞാനിപ്പോഴും മനസ്സിൽ ഓർക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ എന്നെ സ്നേഹിക്കുകയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് സജി. അപ്പോൾ സജിയേട്ടനൊക്കെ സജിയേട്ടനെ ഞാൻ വളരെ അടുത്താണ് പരിചയപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾ 2 മാസം കൊണ്ട് വളരെ ഹൃദയബന്ധമുള്ള 2 ആൾക്കാരായി. 1 മണിക്കൂർ സജിയേട്ടനായിട്ട് ഇടപെട്ടാൽ ഏത് വ്യക്തിക്കപ്പോൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നതും സജിയേട്ടൻ്റെ ഒരു നല്ലൊരു വർക്ക് സ്കില്ലാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ സജി ആർ നായർ എന്ന് പറഞ്ഞാൽ ഒരു 400ഓളം സിനിമകളിൽ ശബ്ദലേഖകനായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള സൗണ്ട് സ്റ്റുഡിയോസ് ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റിയാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത്. പിന്നെ ഈ ലാൽ സാറിനെ പോലെ തന്നെ വളരെ അടുപ്പമുള്ള ഒരുപാട് പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്തിട്ടുള്ള ജയറാം എന്ന നടൻ, അദ്ദേഹത്തിൻ്റെ ഒരു താളബോധം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരുപാട് പെർഫോമൻസുകൾ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തോടൊപ്പം ഉള്ളൊരു അനുഭവം. ജയറാമേട്ടൻ എനിക്കാണത് ഒരേപോലെ സിനിമയിലും സ്റ്റേജിലും തിളങ്ങുന്ന 2 വ്യക്തികളാണ് ലാലേട്ടനും ജയറാമേട്ടനും. ലാലേട്ടൻ്റെ രീതിയിലൊരു വലിയൊരു മാസ്റ്ററോ ആണ്. ജയറാമേട്ടൻ എന്ന പെർക്യൂഷൻ ടൈപ്പ് കുറേ പരിപാടികൾ, ഒരു പാട്ടും പാടും, അപ്പം തന്നെ മിമിക്രിയും കാണിക്കും, അപ്പം തന്നെ ചെണ്ട കൊട്ടും, അപ്പം തന്നെ ഡാൻസും കളിക്കും. ഒരു അവാർഡ് നൈറ്റിൽ നിങ്ങൾ ഒരു തമിഴ് ഡപ്പാങ്കൂത്ത് സംഭവം ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു പെർഫോമൻസ് അടുത്ത് ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യനെയാണ് പാർവതി ചേച്ചി സംസാരിച്ചത്. കാരണം 2 പേരെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ക്ഷമാർപ്പണം വെച്ചിട്ടൊരു മെസ്സേജൊക്കെ അയച്ച് പുള്ളി അപ്പം തന്നെ ഓക്കെ, ഒരു കുഴപ്പമില്ല മോനെ, നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കലാകാരനാണ്. അതെല്ലാ ജോൺറയിലും അദ്ദേഹത്തിന് അതൊരു പാഷനാണ് ആക്ച്വലി. അത് കുറച്ച് പേർക്കേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ ജയറാമേട്ടനും ലാലേട്ടനും അങ്ങനെ കുറേ ഒരു നിരകൾ. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കലാകാരന്മാരുണ്ട്. അത് ശരിക്കും ഇപ്പൊക്കെ ഇതേപോലെയുള്ള ജബിൻ്റെ ഭാരത ഷോസൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. ഇപ്പോൾ റിയാലിറ്റി ഷോ വന്നപ്പോഴാണ് ഏറ്റവും അധികം പാട്ടുകാർ വന്ന പോലെ ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും വരണം. ഇനിയും മുന്നോട്ട് വന്ന് അവരുടെ കരവിരുതുകൾ. ഇപ്പം എൻ്റെ മകനും പിയാനോ പഠിക്കുന്നത് വരികയാണ്. അപ്പോൾ ഞാൻ വരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ പിയാനോ വായിക്കെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റി ചിലപ്പോൾ ഒരു കഹൂണൊക്കെ എടുത്തിട്ട് വരും, പുതിയൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ പിയാനോ മാത്രം ഫോക്കസ് ചെയ്തിരിക്കും. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു സാധനം, ഒരു എഫിഷ്യൻസി വന്നിട്ടുണ്ട്. അത് എൻ്റെ ആനന്ദരവനാണെങ്കിലും എല്ലാവർക്കും പല രീതിയിൽ ചെയ്യാനുള്ള. പക്ഷേ എൻ്റെ ചിന്തകളിലൊക്കെ ഒരു ഇൻസ്ട്രുമെൻ്റ് മാസ്റ്റർ ചെയ്യണം എന്നാണ് എൻ്റെ ഐഡിയോളജി. പക്ഷെ തലമുറയൊക്കെ മാറുമ്പോൾ പക്ഷെ അങ്ങനെ വിളങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് ജയറാമേട്ടൻ എന്ന് പറയുന്നത്. ചെണ്ട പോലെ വന്നാൽ മിമിക്രി ചെയ്യും, എന്നാൽ പാട്ട് പാടും, എന്നാൽ ഡാൻസ് കളിക്കും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ കാര്യങ്ങളെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അത് കൃത്യമായി പ്രയോഗിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സാണ് അത്. ചിലവരുടെ നമ്മൾ ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാനതുകൊണ്ട് എൻ്റെ മോൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. കാരണം അവൻ്റെ ദേശയിൽ അവൻ്റെ ഐഡിയോളജിയിൽ ചിലപ്പോൾ മ്യൂസിക്കിന് വേറെ ആയിരിക്കും കണ്ടിട്ടുണ്ട്. ഷോൺ എസ് ദേവസി തൃശ്ശൂരിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന് തന്നെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെയാണ് പഠിക്കുന്നത്. തോമസ് അച്ഛൻ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ, അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ രീതിയിൽ. കാരണം ഇനി നമ്മൾ ആ ഒരു ഭാഗത്ത് കുറവ് വരരുത്. അവൻ പിക്കപ്പ് ചെയ്യേണ്ടത് അവൻ്റെ വിധിമാരിയിരിക്കും.
നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കും ഒരു മ്യൂസീഷ്യനാണ് മുന്നിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗറാണ് മുന്നിലിരിക്കുന്നത്, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ മുന്നിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് പീസിൻ്റെ വായനയോ അല്ലെങ്കിൽ ഒരു പാട്ടോ ഈണമോ ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. അത് നമുക്ക് എന്തായാലും തരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ ബർത്ത്ഡേ സ്പെഷ്യൽ അല്ലേ? താങ്ക് യു. പിന്നെ അതുപോലെ മകൻ, ഫാമിലി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, വൈഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിച്ചുള്ള ഒരു സെഷനും കൂടി നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഒരു ഏരിയ വൈൻഡപ്പ് ചെയ്യാൻ തോന്നും. പുതിയ പ്രൊജക്റ്റുകൾ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞില്ല. പുതിയ സിനിമകൾ, പുതിയ ഷോസ്, പുതിയ ഡ്രീംസ്. കാരണം എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു 25-26 വർഷത്തോളമായി എന്ന് പറഞ്ഞു. അപ്പം ഓരോ വർഷങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇപ്പം ഇതൊരു സ്വപ്നം ഇപ്പോൾ സഫലീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ റെസ്റ്റ് ചെയ്യില്ലാതെ എനിക്ക് ഉറപ്പാണ്. താങ്കളുടെ പുതിയ ഡ്രീംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ സിനിമ പറയുകയാണെങ്കിൽ ഞാൻ ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാണ്. ആഘോഷം അമൽ കി ജോബി നരേനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. 4 പാട്ടുണ്ട്. അതിൽ 2 പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 2 പാട്ട് വേറൊരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ വേറൊരു സിനിമ ജെയ്സ് ജോസിൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ച് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് നടക്കുകയാണ്. അതാണ് സിനിമയുടെ. എൻ്റെ പേഴ്സണൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് രാജൻ സാർ ഞാൻ ഇടയ്ക്ക് പറയുന്നത് നമ്മളെ ഏറ്റവും അധികം കണക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എനിക്ക് ലോകത്തിലെ തന്നെ എനിക്കിഷ്ടമുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു 200 കലാകാരന്മാരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ അതിന് ഞാൻ പേരിട്ടിരിക്കുന്ന ഏകത എന്നാണ്. സംസ്കൃതമാണ്. പിന്നെ അതൊരു വേൾഡ് മ്യൂസിക് ജോൺറ എല്ലാം കൂടെ ഒത്തുകൂടുന്ന ഒരു പ്രൊജക്റ്റാണ്. ഞാൻ 5 പാട്ടുകളെല്ലാം വീഡിയോയും ഓഡിയോയും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യൂട്യൂബിലൊക്കെ ഇറക്കിയാൽ എത്രത്തോളം അത് റീച്ച് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു വേറൊരു ലേബലിൽ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത വർഷം ഞാനത് ഒന്നെങ്കിൽ, കാരണം ഇന്ത്യൻ മ്യൂസിക്കിന് ഇനിയും ഡെപ്ത് ഭയങ്കരമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ലോക സംഗീതം മുഴുവൻ ഇന്ത്യയിലോട്ട് വരണം, അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതം ലോകത്തിലോട്ട് വിടണം. ഈ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് നീ വളരെ ലളിതമായ വാക്കുകളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു സേഫ് സോൺ വിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ, സിനിമ മ്യൂസിക് പ്രൊഡക്ഷൻ അപ്പുറത്ത് ഒരു വലിയ പ്രൊജക്റ്റാണ്. കാരണം ഇത്രയും വൈവിധ്യം നിറഞ്ഞ സംഗീതധാരകളുള്ള ഇന്ത്യൻ മ്യൂസിക്കിനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ ജിമ്മി പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ആ ഒരു ഫ്രൈസ് എടുക്കാം. എനിക്കൊരിക്കലും സേഫായിട്ട് നിൽക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരു ബന്ധമില്ലാത്ത ഒരു മതിൽ പോലും എനിക്ക് തീർത്ത് പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് 43,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലോറ് ഞാൻ ചെയ്യാൻ സാധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിസ്ക്കും സ്ട്രെസ്സും പ്രഷറും ഇതൊക്കെ എൻ്റെ ഒരു കൂടപ്പുറപ്പാ തോന്നുന്നു. അത് ഇല്ലെങ്കിൽ അത് എന്തോ കുറവുള്ള പോലെയാണ്, ഉണ്ടെങ്കിലാണ് നമ്മളാവുള്ളൂ. ഒന്നാമത് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. ഒരു ദിവസമൊക്കെ വെറുതെ ഇരുന്ന രണ്ടാമത്തെ ദിവസം അങ്ങനെ ഇളങ്ങി നടക്കും. കോവിഡ് സമയത്തായിരിക്കും അത്രയും നാൾ ചിലപ്പോൾ വെറുതെ ഇരുന്നിട്ടുണ്ടാവുക. വെറുതെ ഇരുന്നത് മുഴുവനാണ് ആ പ്രൊജക്റ്റ്, ഏകത എന്നുള്ള പ്രൊജക്റ്റ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബൗണ്ടറിയൊക്കെ വിട്ടിട്ടുള്ളതാണ്. അത് ഞാൻ സ്പെൻഡ് ചെയ്ത സമയം, എടുത്തിരിക്കുന്ന എഫേർട്ട്, ചിലവാക്കിയ തുക, മീറ്റ് ചെയ്ത വ്യക്തികൾ, ഇംഗ്ലീഷ് അറിയാത്ത പല നാടുകളിൽ പോയിട്ട് വ്യക്തികളെടുത്ത് സംസാരിക്കുന്ന, ഇടപെടുന്നു. ആ മ്യൂസിക് എങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി ആംഗ്യ ഭാഷയിലും ഒക്കെ വെച്ച് സെറ്റാക്കിയ കുറേ സ്ട്രെസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫലം നല്ല രീതിയിൽ കാണണേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ജെവിൻ്റെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വൺസ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്താൽ തീർച്ചയായിട്ടും അതറിയും. എല്ലാവർക്കും കേൾക്കാനും കാണാനും ഉള്ള രീതിയിൽ ഒരു ട്രീറ്റാണ്, കണ്ണിനും കാതിനും ഉള്ളൊരു ട്രീറ്റാണ് അതിൻ്റെ പ്രൊജക്റ്റ്. അപ്പോൾ ഞാൻ അറിയിക്കാം, എന്തായാലും അറിയിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ അറിയാതെ പോവില്ല. കാരണം താങ്കളുടെ ഒരു കൃത്യമായിട്ടൊരു ഫാൻ ഫോളോവർ കൂടിയാണ്. നമ്മൾ അടുപ്പത്തിനപ്പുറം എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ സ്വപ്നങ്ങളും വളരെ നല്ല രീതിയിൽ സഫലമാക്കാൻ കഴിയട്ടെ, അതിനു വേണ്ട ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സെഗ്മെൻറ്റ് മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ എന്നാണ് പേര്. അപ്പോൾ മൂഡ് ഓൺ ആകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുക, ഹൃദയം തുറന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ, ഈ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഫ്ലോറിൽ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതെ, ഒന്നാമത് ഞാൻ ഇന്നലെ രാത്രി വന്നത് 3:30 തോന്നുന്നു. ദൈവമേ. അത് കഴിഞ്ഞ് രാവിലെ എണീച്ചപ്പോൾ എൻ്റെ മൂഡ് ഓഫായിരുന്നു. ഇപ്പോൾ
ഇവിടെ വന്ന് ഓണായിട്ടുണ്ട്. അതിലെന്തായാലും വലിയ സന്തോഷം. അതെ അതെ. അപ്പോൾ സന്തോഷം. പിന്നെ ജബിന എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു എനർജി കൂടി. കാരണം ഇങ്ങനെ ഒരു വ്യക്തി യുവർ എ വെരി അന്നും നല്ലതായിരുന്നു, ഇന്നും നല്ല തന്നെയാണ്. പക്ഷേ താങ്കളുടെ ഈ ഒരു പ്രൊജക്റ്റും ഈ ഒരു സംഭവത്തിനും ഇതിനൊരു സപ്പോർട്ടും കൂടെ വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ വൈഫ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ നോ പറയില്ല. കാരണം എപ്പോഴെങ്കിലുമാണ് വീട്ടിൽ വരിക, വീട്ടിൽ വന്ന് 2 ദിവസം 3 ദിവസം. ഞാൻ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ ഒരു കാര്യം എടുക്കില്ല. എനിക്കും ഭാര്യയും മകനും ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ കീബോർഡ് പോലും ആ ഒരു ദിവസം ഉണ്ടാവില്ല. ഭക്ഷണം അല്ലെ യാത്ര, പിന്നെ എൻ്റെ വീട്ടിൽ 2 പട്ടികളുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അന്നത്തെ എൻ്റെ ലോകം. അപ്പോൾ ഞാനും വിചാരിച്ചു വേണ്ട, എടുക്കണ്ട, ഞാൻ പറഞ്ഞ ഒഴിവാക്കും. പക്ഷേ അവളെന്തെങ്കിലും പറഞ്ഞാൽ ഞാനെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അല്ല, കുറേ തിരക്കുകൾക്കിടയിൽ നമ്മൾ വീട്ടിൽ വരുന്ന വളരെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു മൂഡിലായിരിക്കും. പിന്നെ കുറേ ഫോണുകളുണ്ടാവും, പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ദിവസങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ ഞാനൊന്നും കമ്മിറ്റ് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടും പിന്നെ രാവിലെ അറിഞ്ഞത് ജബിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടും സന്തോഷമാണ്. അപ്പം മൂഡ് ഓൺ തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ മൂഡ് ഓണായ ആ ഒരു മൊമെന്റിൽ ഞാനപ്പോൾ എൻ്റെ മകനെയും കൂടി തീർച്ചയായിട്ടും. അതുപോലെ മകനുള്ള ഈ സെഗ്മെന്റിൽ നമ്മളെ ഒരു ആങ്കറിങ്ങിന്റെ ഒരു ഏരിയയിൽ നമ്മുടെ കൂടെ ഇവിടുത്തെ മീഡിയ പീഡിയയുടെ അശ്വതിയുണ്ട്.